വിശ്വാസികളെ, പരിശുദ്ധനായ ലൂക്കോസ് എവങ്കലിസ്ത എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു ഉപമയാണ്. സമ്പന്നനും ലാസറിൻ്റെയും ഉപമ. ഇതൊരു സാധാരണ കഥയല്ല. മനുഷ്യജീവിതത്തിൻ്റെ നിത്യഫലത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ആത്മീയ മുന്നറിയിപ്പാണ്. ഈ വചനത്തിൽ ഒരു സമ്പന്നൻ ആഡംബരമായി ജീവിക്കുന്നു. അവൻ്റെ വീട്ടുവാതിൽക്കൽ ലാസർ എന്ന ദരിദ്രൻ കിടക്കുന്നു. അവൻ വിശന്നും രോഗബാധിതനായും ജീവിക്കുന്നു. സമ്പന്നൻ അവനെ അവഗണിക്കുന്നു. പിന്നീട് ഇരുവരും മരിക്കുന്നു. ലാസർ അബ്രഹാമിൻ്റെ അരിക്കൽ ആശ്വാസത്തിൽ എത്തുന്നു. സമ്പന്നൻ പീഡയിൽ എത്തുന്നു. ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മെ നിരവധി ആത്മീയ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിൽ ഒന്ന്, സമ്പത്ത് പാപമല്ല, കരുണയില്ലായ്മയാണ് പ്രശ്നം. ഈ ഉപമയിൽ സമ്പന്നൻ ശിക്ഷിക്കപ്പെടുന്നത് അവൻ സമ്പന്നനായതിനാലല്ല, അവൻ കരുണയില്ലാതെ ജീവിച്ചതിനാലാണ്. അവൻ്റെ വീട് വാതിക്കൽ ഒരു ദരിദ്രൻ ദിവസവും കിടന്നിരുന്നു. അവനെ സഹായിക്കുവാൻ അവന് കഴിവുണ്ടായിരുന്നു. എന്നാൽ അവനെ അവഗണിച്ചു. സെൻറ്റ് ജോൺ ദ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നുണ്ട്: സമ്പത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, എന്നാൽ അത് ദരിദ്രരെ സഹായിപ്പാൻ ഉപയോഗിക്കാത്തപ്പോൾ അത് കുറ്റമായി മാറുന്നുവെന്ന്. നമ്മുടെ ചുറ്റുപാടിൽ സഹായം ആവശ്യമായവരെ കാണുമ്പോൾ അവരെ ഒരിക്കലും നാം അവഗണിക്കരുത്. രണ്ടാമത്തെ ചിന്ത എന്നുള്ളത് ഭൂമിയിലെ ജീവിതം, നിത്യജീവിതത്തിനുള്ള തയ്യാറെടുപ്പ്. ലാസർ ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചു, എന്നാൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അതിനാൽ മരണത്തിനു ശേഷം അവൻ ആശ്വാസം പ്രാപിച്ചു. സമ്പന്നൻ ഭൂമിയിൽ ആഡംബരത്തിൽ ജീവിച്ചു, എന്നാൽ ദൈവത്തെ അവഗണിച്ചു. അതിനാൽ അവൻ മരണത്തിനു ശേഷം പീഡയിലെത്തി. വലിയ മാർ ബസേലിയോസ് എന്ന സഭാപിതാവ് പറയുന്നു, നമ്മുടെ ജീവിതം നിത്യജീവിതത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്ന്. അതുകൊണ്ട് ഭൂമിയിലെ ജീവിതം വെറും സുഖത്തിനായുള്ളതല്ല, അത് ദൈവത്തിനായി ജീവിക്കാനുള്ള ഒരു വലിയ അവസരമാണ്. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത് അനുതാപത്തിനുള്ള സമയം ഇപ്പോഴാണ് എന്ന്. സമ്പന്നൻ പീഡയിൽ നിന്ന് അബ്രഹാമിനോട് അപേക്ഷിച്ചു, ലാസറെ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ അയക്കണം, അവർ ഈ സ്ഥലത്ത് വരാതിരിക്കട്ടെ. അബ്രഹാം അപ്പോൾ പറയുന്നുണ്ട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവർ അവരെ കേൾക്കട്ടെ എന്ന്. ഇത് നമ്മെ ഒരു വലിയ സത്യമാണ് പഠിപ്പിക്കുന്നത്. മരണശേഷം അനുതാപത്തിന് അവസരമില്ല. സെൻറ്റ് എഫ്രേം ദ സിറിയൻ പറയുന്നുണ്ട്, അനുതാപത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു, ഈ ജീവിതത്തിൽ മാത്രമാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ ചിന്തകളിൽ നിന്ന് 3 ആത്മീയ ഉൾക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1, ദരിദ്രരോട് കരുണ ദൈവത്തിന് പ്രിയമാണ്. 2, ഭൂമിയിലെ ജീവിതം നിത്യജീവനുള്ള തയ്യാറെടുപ്പാണ്. 3, അനുതാപത്തിനുള്ള സമയം ഇപ്പോഴാണ്. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സമ്പന്നനും ലാസറും എന്ന ഉപമ നമ്മെ ശക്തിയായി ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും നമ്മുടെ അയൽക്കാരെ സഹായിക്കുകയും കരുണയോടെ ജീവിക്കുകയും ചെയ്താൽ ദൈവരാജ്യത്തിൽ നിത്യ സന്തോഷം പ്രാപിക്കും. ദൈവം നമ്മെ കരുണയുള്ള ഹൃദയം ഉള്ളവരാക്കി തീർക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.